നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു ഫോള് ആണ് നമ്മൾ കണ്ടത്. അദാനി ബ്രൈബർ കേസാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അദാനി സ്റ്റോക്ക് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. ഇസ്രായേലിലുള്ള ഹൈഫ പ്രൊജക്റ്റ്, ശ്രീലങ്കയിലുള്ള പോർട്ട്, അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ US രാജ്യങ്ങളിലുള്ള പ്രൊജക്റ്റുകൾ. അപ്പോൾ ഈ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ബ്രൈബറി കേസ് എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. ഇതിൽ ഇന്നലെ കെനിയൻ സർക്കാരായിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റ് ക്യാൻസലായി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അതായത് ഇന്നലെ അദാനി എൻ്റർപ്രൈസസും അദാനി പോർട്ട് പോലുള്ള കമ്പനീസ് ശക്തമായിട്ടുള്ളൊരു ഫോള് കണ്ടു. അതുവഴി നിഫ്റ്റിയും മൊത്തത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇവർക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ വാക്കാലോ അതല്ലെങ്കിൽ എഗ്രിമെൻറ്റിലായാലോ ഒക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന പ്രൊജക്റ്റുകളെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഇത് ഈ കമ്പനിയുടെ തന്നെ റവന്യൂവിനെല്ലാം തന്നെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. കാരണം ഈ റവന്യൂ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇത്തരം പ്രൊജക്റ്റുകളുടെ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള റവന്യൂ ഒക്കെയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്ഷൻ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അത് മാർക്കറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കമ്പനീസ് ഇന്നലെ തന്നെ ഏകദേശം 2.6 lakh crores മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട് അദാനി സ്റ്റോക്കുകളുടെ. ഇന്നെങ്ങനെയാണെന്ന് കാണാം. മൊത്തത്തിലുള്ള സെൻറ്റിമെൻറ്റ്സ് ഇന്നലെ നെഗറ്റീവായിരുന്നു. FISും ശക്തമായിട്ടുള്ള രീതിയിൽ സെല്ലിങ് തുടർന്നു. 5321 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4200 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. റഷ്യ ഇന്നലെ ഉക്രൈനെതിരെ ഇൻ്റർകോണ്ടിനെൻ്റൽ മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഭൂഖണ്ഡാന്തര മിസൈലാണ്. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റ് ഭൂഖണ്ഡം വരെയൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുള്ള മിസൈലാണ്, പ്രത്യേക മിസൈലാണ് ലോകത്തിലാദ്യമായിട്ട് റഷ്യ ഇന്നലെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷം ആകുന്നുണ്ട് ഉക്രൈൻ റഷ്യ വാറ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയധികം പ്രസക്തി വരാൻ കാരണം യുഎസിൻ്റെ തന്നെ നിർമ്മിത മിസൈൽ ഉക്രൈന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബാൻ നീക്കിയതും അവരത് ഉപയോഗിച്ചതും റഷ്യ ആണായുധ നയങ്ങളിൽ മാറ്റം വരുത്തിയേക്കാമെന്നുള്ള ആ ഒരു ന്യൂസും ഇന്നലെ റഷ്യ ആദ്യമായിട്ട് ഒരു മിസൈൽ ഉപയോഗിച്ചതെല്ലാം തന്നെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായി ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റും US മാർക്കറ്റും ശക്തമായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ബിറ്റ്കോയിൻ 98,000 ബ്രന്റ് ഓയിൽ 74, US ഗോൾഡും ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $2,671 per ounce. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 15.9 ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. എല്ലാ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. FTSE CSE 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റാണ്. 3 ഗംഭീര റാലി. ഡോ ജോൺസ് 461 പോയിൻ്റ് റാലി. നാസ്ഡാക്ക് ഫ്ലാറ്റായിരുന്നു. എന്നാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസോ വിപ്രോയോ ഒന്നും തന്നെ പോസിറ്റീവ് ആയിരുന്നില്ല. HDFCയും ACC ബാങ്കും പോസിറ്റീവായിരുന്നു. എന്നാൽ റിലയൻസ് GDRൽ 1.5%, ഡോക്ടർ റെഡ്ഡി 2%-ൻ്റെയും ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. IPO കമ്പനികളുടെ ഏതൊക്കെ ദിവസമാണ് IPO, കമ്പനികളുടെ ഡിവിഡൻഡ് എത്ര രൂപയാണ്, എത്ര കാശാണ്, അതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. കൂടാതെ തന്നെ മാർക്കറ്റ് സമയത്ത് ന്യൂസും നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. SGVനായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. SGVN രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അഫ്കോൺ കൺസ്ട്രക്ഷൻ കമ്പനി 1274 കോടി രൂപയുടെ ഓർഡർ കിട്ടി. L&T മൈൻട്രി, LIC, L&T മൈൻട്രിയിലുള്ള LICയുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയാണ്. ഹുണ്ടായി മോട്ടേഴ്സ് ഇവർ തമിഴ്നാട്ടിൽ ഒരു പുതിയ റിന്യൂവബിൾ എനർജി പ്ലാന്റ് തമിഴ്നാട്ടിൽ ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ടാറ്റ പവർ കമ്പനി ഇവർ ഇൻ്റർനാഷണൽ ബാങ്കായിട്ട് 425 കോടി രൂപയുടെ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് സൈൻ ചെയ്തു. ഇന്നോവേറ്റൈസ് ഫെക്കേറ്റ് സിസ്റ്റം കമ്പനിക്ക് 110 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വിഷ്ണു സൂര്യ പ്രൊജക്റ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് NTPCയുടെ ഭാഗത്തു നിന്നുള്ള ഓർഡർ കിട്ടി. രാംകോ ഇൻഡസ്ട്രീസ് കമ്പനി ഏകദേശം ഇവർ രാംകോ സിമെൻറ്റിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. രാംകോ ഇൻഡസ്ട്രീസ്. പ്രോട്ടീൻ ടെക്നോളജി കമ്പനി NSE ഈ ഒരു പ്രോട്ടീൻ ടെക്നോളജിയുടെ 31-20% സ്റ്റേക്ക്
സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസുണ്ട്. റിലയൻസ് ക്യാപിറ്റലിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഹിന്ദുജ ഗ്രൂപ്പ് റിലയൻസ് ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. ഓല ഇലക്ട്രിക് കമ്പനി 500ഓളം തൊഴിലാളികൾ, ഇവർ പറഞ്ഞിരിക്കുന്നത് തൊഴിലാളികളെ റീസ്ട്രക്ചർ ചെയ്യും, മാൻ പവർ റീസ്ട്രക്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുടെ ജോലി 500 പേരുടെ ട്രബിളാകുമെന്നും വാർത്തകളുണ്ട്. ദേവ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനി, ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. നവംബർ 25 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. എംഎൻഎമ്മിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ന്യൂസ് ഉള്ളത്, ഇവർ SUV ഇവർ ലോഞ്ച് ചെയ്യുകയാണ്. കറ്റിയാക് ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർക്ക് 564 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കെനിയൻ പ്രസിഡൻറ്റ് ഇവരുടെ ഒരു പുതിയൊരു പ്രൊക്യൂർമെൻറ്റ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ് എയർപോർട്ടിൻ്റെ ഇവർ ക്യാൻസൽ ചെയ്തു. റൈമണ്ട് കമ്പനി, ഇവർക്ക് റൈമണ്ട് റിയാലിറ്റിക്ക് ഇവർക്ക് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.